നേവി എന്നുള്ള ഇത് കടൽ യുദ്ധം എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ഒരു പൊതുസമൂഹത്തിനുള്ളത്. പക്ഷേ അതിലും അപ്പുറമായിട്ട് നേവിക്ക് ആൾക്കാരുമായിട്ടും തീരദേശമായിട്ടും മത്സ്യത്തൊഴിലാളികളുമായിട്ടൊക്കെ ഒരുപാട് അവരുടെ ദൈനംദിന ജീവിതത്തിലും അവരുടെ വളർച്ചയിലും അവരുടെ അഭിവൃദ്ധിക്കും ഒക്കെ ഭാഗവാക്കാക്കാനുള്ള അവസരങ്ങളുണ്ട്. അത് നേവി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു നിമിത്തമാകാൻ എനിക്ക് എൻ്റെ ഈ അപ്പോയിൻമെൻറ്റിന് സാധ്യമായത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ സ്വയം കരുതുന്നു. എന്താണ് കേരള തീരം? അപ്പം എന്തോ പണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ കണക്കെന്നൊക്കെ നമ്മൾ പറയുന്ന കണക്ക് തന്നെ കാസർഗോഡ് ടു പാറശാല വരെ ഏതാണ്ട് 600 കിലോമീറ്ററോളം. അപ്പോൾ 592.3 എന്ന് പറയാം, അല്ലെ ഏതാണ്ട് 600.17 എന്നും പറയുന്നു. അതാണ് ഇതിൻ്റെ ദൈർഘ്യം. അതിനിടയ്ക്ക് കോഴിക്കോടിനടുത്ത് മാഹെ ഒരു 1.2 കിലോമീറ്റർ യൂണിയൻ ടെറിട്ടറിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്നുള്ളതാണ് നമ്മൾ ഫിഷിംഗ് വില്ലേജസ് എന്ന് പറയുന്നത്. കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഇണചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നേവിയുടെ. അപ്പോൾ നേവൽ ഓഫീസർ ഇൻചാർജ് കേരള എന്ന് പറയുമ്പോൾ ഈ തീരദേശത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നു. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും അല്ല കടലിനോടനുബന്ധിച്ചുള്ള തൊഴിലിലോ കടൽ തീരത്തിനോടനുബന്ധിച്ച തൊഴിൽ ജീവിക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ള കടമയും എൻ്റെ അടുത്താണ്.